എല്ലാവർക്കും വിഷുദിന ആശംസകൾ. വിഷുക്കാലം എന്ന് പറയുന്നത് അവധിക്കാലമാണല്ലോ. കുട്ടികൾക്കൊക്കെ ഓരോ രുചികൾ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന സമയമാണ്. ആദ്യമായി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിഷുക്കഞ്ഞിയാണ്. വിഷുക്കഞ്ഞി എന്ന് പറയുന്നത് പാലക്കാട് ഏരിയകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും വിഷുക്കഞ്ഞിയും എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഇന്ന് വിഷുക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വിഷുക്കഞ്ഞി തയ്യാറാക്കാൻ ആവശ്യമുള്ള പച്ചരിയാണിത്. ഞാനിതിപ്പം കഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ തേങ്ങാപ്പാൽ, ഇതിപ്പം മൂന്നാം പാലാണ്. മൂന്നാം പാലിലാണ് പച്ചരി ആദ്യമായിട്ട് വേവിക്കുന്നത്. പിന്നീട് രണ്ടാം പാല്, ഒന്നാം പാല് എല്ലാം ആവശ്യമുണ്ട്. പിന്നെ ചെറുപയർ, ഇത് പുളിയവര എന്ന് പറയും. പുളിയവര സാധാരണ പാലക്കാട് മുതൽ വടക്കോട്ടുള്ള സ്ഥലങ്ങളിലെ പുളിയവര കിട്ടാറുള്ളൂ. പിന്നെ നമുക്ക് അവസാനം ശകലം തേങ്ങ ചേർക്കണം. തേങ്ങ ചിരണ്ടിയതാണിത്. വിഷുക്കഞ്ഞി തയ്യാറാക്കാൻ ആദ്യമായി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പച്ചരി വേവിക്കാൻ പോവുകയാണ്. ഞാൻ കുക്കറിലാണ് ഇന്ന് വേവിക്കാൻ പോകുന്നത്. ഒരു വിസിലടിക്കുന്നിടം വരെ അരി വേവിച്ചെടുക്കാം. നമ്മളിനി മൂന്നാം പാലാണ് ഒഴിക്കുന്നത്. ഞാൻ നാഴി അരിയാണ് എടുത്തേക്കുന്നത്. അതിന് പാകത്തിനുള്ളതാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അതൊഴിച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് രണ്ടാം പാല് ചേർക്കാം. ഇനി നമ്മൾ ചെറുപയർ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ വറക്കണം. ഇതിൻ്റെ പച്ച നിറം മാറണം നമുക്ക്. ഏകദേശം ബ്രൗൺ നിറമായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് പുളിയവര പയറും ഒന്ന് വറുത്തെടുക്കാം. ഈ പുളിയവര പയറും ചൂടാവുമ്പോൾ ഒരു മണം വരും. ആ മണമാണ് ഇതിൻ്റെ പാകം, അല്ലാതെ ഇതിന് നിറവ്യത്യാസം ഉണ്ടാവുന്നില്ല. വറുത്തെടുത്ത ചെറുപയറും പുളിയവര പയറും ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം. പൂർണ്ണമായും അരയണ്ട. നമ്മൾ ഒരു വിസിലാണ് കേട്ടത്. മൂന്നാം പാലിൽ വേവിച്ച അരിയാണിത്. ഇനി രണ്ടാം പാല് ഇതിലൊഴിച്ച് നമുക്ക് ഒന്നുകൂടെ വേവിക്കണം. രണ്ടാം പാലിൽ അരി വേവിക്കുന്നതിനോടൊപ്പം ചെറുപയറും പുളിയവരയും കൂടി പൊടിച്ചതും കൂടി നമുക്ക് മിക്സ് ചെയ്യണം. നന്നായി ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് സൈഡ് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ ചിരണ്ടിയത് ചേർക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നാം പാല് ചേർക്കാവുന്നതാണ്. ഒന്നാം പാല് ചേർത്ത് ചെറുതായി ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷുക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. മുതിർന്നവർക്ക് ഉപ്പ് ചേർത്ത് ഉപയോഗിക്കാം. കുട്ടികൾക്കാണെങ്കിൽ മധുരമായിരിക്കുമല്ലോ ഇഷ്ടം, അവർക്ക് പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കാം. ചക്കപ്പുഴുക്കാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.